പ്രിയപ്പെട്ട ലിയോ, ഒന്നും മനസ്സിലാകുന്നില്ല. കുന്നുകൂടി കിടക്കുന്ന വാക്കുകളിൽ ഏതിനോട് നിങ്ങളെ ഉപമിക്കണമെന്നും അറിയില്ല. വിശ്വപോർക്കളത്തിലെ കാറാം തമ്പുരാനായി പരിവേഷം ചെയ്യുമ്പോൾ ഇടറാത്തിടം കാൽ ഒടുക്കമില്ലാത്ത ഗോൾദാഹം തുടരുകയാണ്. കേപ്പ് വേർഡയ്ക്കെതിരെ 29-ാം മിനിറ്റിൽ ലോകകപ്പിലെ 7 ഗോളിനെ ലയണൽ മെസ്സി ഗോൾ ലൈൻ കടത്തുന്നു. കൂടാതെ ടോട്ടൽ സ്റ്റാറ്റസിലെ 20-ാം ഗോളും. എന്നാൽ കഴിഞ്ഞില്ലായിരുന്നു. അവസാന നിമിഷം ക്രിസ്ത്യാനോ റൊമേറോയുടെ ഗോളിന് വഴിയൊരുക്കി ലയണൽ മെസ്സി ലോകകപ്പിലെ അസിസ്റ്റ് പട്ടികയിൽ ഇതിഹാസ താരം ഡീഗോ മറഡോണയെ മറികടന്ന് തലപ്പത്തേക്ക് എത്തിയിരിക്കുന്നു. ഇക്കണ്ട നാൾ വരെ ലിയോയുടെ ബൂട്ടിൽ നിന്നും 9 അസിസ്റ്റുകളാണ് ലോകകപ്പിൽ പിറന്നത്. ചുറ്റുമുള്ള ലോകം മിറാക്കിളെന്ന് ഉച്ചരിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ വീണ്ടും വിസ്മയിപ്പിച്ചുകൊണ്ട് അർജന്റീന ഇതിഹാസ താരം മെസ്സി മറ്റൊരു ചരിത്ര നേട്ടം കൂടെ സ്വന്തമാക്കിയിരിക്കുന്നു. ലോകകപ്പ് കരിയറിൽ 20 ഗോളുകൾ തികക്കുക എന്ന അവിശ്വസനീയമായ നാഴികക്കല്ലാണ് അദ്ദേഹം ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിക്കുന്ന ഈ നേട്ടം മെസ്സി എന്ന ഫുട്ബോൾ മാന്ത്രികന്റെ കിരീടത്തിലെ മറ്റൊരു പൊൻതൂവലായി മാറിയിരിക്കുകയാണ്. വർഷങ്ങളുടെ അനുഭവ സമ്പത്തും അചഞ്ചലമായ നിശ്ചയദാർഢ്യവും കളിക്കളത്തിലെ അദ്ദേഹത്തിന്റെ ഓരോ ചുവടുകളിലും പ്രതിഫലിക്കുന്നുണ്ട്. ഈ ചരിത്ര നിമിഷത്തെ കൂടുതൽ സവിശേഷമാക്കുന്നത് അദ്ദേഹം ഇതിനോടൊപ്പം സ്വന്തമാക്കിയ മറ്റൊരു അപൂർവ റെക്കോർഡാണ്. ലോകകപ്പിലെ തുടർച്ചയായ 8 മത്സരങ്ങളിൽ ഗോൾ നേടുക എന്ന സമാനതകളില്ലാത്ത നേട്ടമാണിത്. ലോകകപ്പ് പോലൊരു വലിയ വേദിയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രതിരോധ നിരകളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് തുടർച്ചയായി 8 കളികളിൽ ഗോളുകൾ നേടുക എന്നത് സാധാരണഗതിയിൽ ഏതൊരു കളിക്കാരനും അസാധ്യമായ കാര്യമാണ്. എന്നാൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അദ്ദേഹത്തിന്റെ അതുല്യമായ പ്രതിഭയുടെ സ്വാഭാവികമായ പ്രതിഫലനങ്ങൾ കൊണ്ട് മാത്രമാണ്. ഈ 2 ബൃഹത്തായ നാഴികക്കല്ലുകളും അദ്ദേഹം ഒരൊറ്റ മത്സരത്തിൽ, അതും തോറ്റാൽ പുറത്താകുമെന്ന സമ്മർദ്ദഘട്ടത്തിലാണ് അയാളത് നേടിയത്. നിർണായക ഘട്ടത്തിൽ പല വമ്പൻ താരങ്ങളും പതറുമ്പോൾ മെസ്സി തന്റെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്ത് ടീമിനെ മുന്നോട്ട് നയിക്കുകയാണ് ചെയ്യുന്നത്. ഫുട്ബോൾ ചരിത്രത്തിൽ ഇതിനു മുമ്പ് മറ്റൊരു താരവും ഒരൊറ്റ മത്സരത്തിൽ ഇങ്ങനെ 2 ഇതിഹാസ നേട്ടങ്ങൾ ഒരുമിച്ച് സ്വന്തമാക്കിയിട്ടില്ല. ഈ പ്രകടനം അടിവരയിട്ട് ഉറപ്പിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: അദ്ദേഹം തന്നെയാണ് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം. വേർഡയ്ക്കെതിരെയുള്ള മത്സരത്തിന് മുമ്പ് മന്ത്രവാദി പറഞ്ഞത് അർജന്റീന തോൽക്കുമെന്നായിരുന്നു. മെസ്സി ഗോളടിക്കില്ല എന്നായിരുന്നു. പക്ഷേ ചരിത്രം ഒരിക്കലും പ്രവചനങ്ങൾ കേട്ടെഴുതാറില്ല. അതെഴുതുന്നത് പോരാളികളാണ്. അതുതന്നെയാണ് ഇന്നും ഫുട്ബോൾ ലോകം കണ്ടത്. സത്യം പറഞ്ഞാൽ ഈ പൊള്ളയായ വാക്കുകൾക്കും ശാപങ്ങൾക്കും മെസ്സിയെപ്പോലൊരു ഇതിഹാസത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കുമോ? മത്സരം തുടങ്ങി കൃത്യം 28-ാം മിനിറ്റിൽ തന്നെ ലോകം ആ മാന്ത്രിക കാഴ്ച കണ്ടു. എതിർനിരയുടെ പ്രതിരോധങ്ങളെല്ലാം ഭേദിച്ച് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ വളരെ കൂളായിട്ട് മെസ്സി ആ ഗോൾ വലകുലുക്കി. ആ ഒരൊറ്റ ഗോളിലൂടെ ആ മന്ത്രവാദിയുടെ എല്ലാ അഹങ്കാരവും ശാപവും കാറ്റിൽ പറന്നു. ഫുട്ബോളിലെ യഥാർത്ഥ മാന്ത്രികന്റെ പ്രതിഭയ്ക്ക് മുമ്പിൽ ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ലെന്ന് മെസ്സി വീണ്ടും തെളിയിക്കുകയാണ്. ഈ കിടിലൻ പ്രകടനത്തിന് പിന്നാലെ ആ മന്ത്രവാദിയെ കണക്കറ്റ് പരിഹസിക്കുകയാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകം. നിന്റെ ഈ ശാപവും മന്ത്രവുമൊക്കെ എടുത്ത് വേറെ എവിടെയെങ്കിലും പോയി നോക്ക്. കിരീടങ്ങളില്ലാത്തതിൻ്റെ പേരിൽ നിർഭാഗ്യം എപ്പോഴും വേട്ടയാടുന്ന ഹാരി കെയ്നെ പോലുള്ള താരങ്ങളുടെ അടുത്ത് ചിലപ്പോൾ നിന്റെ ഈ മന്ത്രവാദം ഫലിച്ചേക്കാം. എന്നാൽ സാക്ഷാൽ ലയണൽ മെസ്സിയുടെ അടുത്ത് ഈ വേളയൊന്നും നടക്കില്ല എന്നാണ് ആരാധകർ ഇപ്പോൾ പറയുന്നത്. സത്യം പറഞ്ഞാൽ മന്ത്രവാദി പറഞ്ഞപ്പോൾ ഇന്ന് മെസ്സി ഗോൾ നേടില്ലെന്നും അതുവഴി തങ്ങൾക്ക് കുറച്ചൊന്ന് ആഘോഷിക്കാമെന്നും കരുതിയിരുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. മുമ്പത്തെ മത്സരങ്ങളിൽ തങ്ങളുടെ വായടിപ്പിച്ച മെസ്സിയുടെ മുന്നേറ്റത്തിന് ഇന്നൊരു അവസാനമുണ്ടാകുമെന്ന് അദ്ദേഹത്തിൻ്റെ വിമർശകർ ഏറെ പ്രതീക്ഷിച്ചിരുന്നു. മെസ്സിക്കെതിരെ ശബ്ദമുയർത്താനും പരിഹസിക്കാനും കാത്തിരുന്നവർക്ക് പക്ഷേ ഇന്നും നിരാശ മാത്രമായിരുന്നു ഫലം. കാരണം വിമർശകരുടെ എല്ലാ കണക്ക് കൂട്ടലുകളെയും ആസ്ഥാനത്താക്കിക്കൊണ്ട് മെസ്സി ഇന്നും വലകുലുക്കിയിരിക്കുകയാണ്. തുടർച്ചയായ 8-ാം മത്സരത്തിലും ഗോൾ നേടിക്കൊണ്ട് അദ്ദേഹം തൻ്റെ അപ്രമാദിത്യം വീണ്ടും ലോകത്തിനു മുമ്പിൽ തെളിയിക്കുകയാണ്. ഓരോ തവണയും അവർ മെസ്സിയെ സംശയിക്കുമ്പോഴും തളർത്താൻ ശ്രമിക്കുമ്പോഴും കളിക്കളത്തിലെ അവിശ്വസനീയമായ പ്രകടനത്തിലൂടെയാണ് അദ്ദേഹം അവർക്ക് മറുപടി നൽകുന്നത്. ഈ ഗോളോടെ തന്റെ വിമർശകർക്ക് അദ്ദേഹം നൽകിയ മറുപടിയുടെ എണ്ണം 7ആയി തികഞ്ഞിരിക്കുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായതും വിമർശകരെ കൂടുതൽ നിരാശയാക്കുന്നതുമായ കാര്യം ഈ ഗോളുകളിൽ ഒന്നുപോലും പെനാൽറ്റിയിലൂടെ നേടിയതല്ല എന്നതാണ്. ഒരു പെനാൽറ്റിയുടെ സഹായമില്ലാതെയാണ് അദ്ദേഹം ഈ ഗോൾ നേട്ടങ്ങൾ കൊയ്തത്. ഇത് അദ്ദേഹത്തിന്റെ അതുല്യമായ ഫുട്ബോൾ പ്രതിഭയെയും അസാമാന്യമായ കളിമികവിനെയുമാണ് എടുത്തു കാണിക്കുന്നത്.
മെസ്സിയുടെ മോശം പ്രകടനം കാണാൻ കാത്തിരുന്നവരും അദ്ദേഹത്തെ പരിഹസിക്കാൻ തയ്യാറെടുത്തവരും ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ നിരാശരായി മൂലയിലിരുന്ന് കരയുന്ന അവസ്ഥയിലാണ്. വിമർശകർക്ക് മറുപടി നൽകാൻ വാക്കുകളേക്കാൾ കൂടുതൽ ലയണൽ മെസ്സി ഉപയോഗിക്കുന്നത് തൻ്റെ ബൂട്ടുകളാണ്. ലയണൽ മെസ്സിയെ തടഞ്ഞു നിർത്തുക എന്നത് എത്രത്തോളം അസാധ്യമാണെന്ന് ഈ പ്രകടനം ഒരിക്കൽ കൂടി വിളിച്ചു പറയുന്നു. അദ്ദേഹത്തിൻ്റെ കാലുകൾ സംസാരിക്കുന്നത് തുടരുമ്പോൾ വിമർശകർക്ക് നിശബ്ദമാവുകയേ നിവൃത്തിയുള്ളൂ. എതിരാളികളുടെ വിമർശനങ്ങൾക്കും ഫൗളുകൾക്കും മൈതാനത്ത് മെസ്സി നൽകുന്ന മറുപടി ഇപ്പോഴും ഒന്ന് തന്നെയാണ്: മാസ്മരികമായ കളി. ഇന്നത്തെ കളി കണ്ടവർക്ക് കൃത്യമായി മനസ്സിലാകും. ഈ 10-ാം നമ്പറുകാരൻ ഫുട്ബോൾ ഫീൽഡിൻ്റെ മധ്യഭാഗത്ത് നിന്ന് പന്തുമായി കുതിക്കുമ്പോൾ എതിരാളികൾ എത്രത്തോളം ഭയപ്പെടുന്നുവെന്ന്. എത്ര തവണയാണ് അവർ ഫൗൾ ചെയ്ത് അദ്ദേഹത്തെ തടയാൻ നോക്കിയത്. പക്ഷേ അതുകൊണ്ടൊന്നും മെസ്സിയുടെ പോരാട്ട വീര്യത്തെ തളർത്താൻ സാധിച്ചില്ലായിരുന്നു. ഇന്ന് ലോക ഫുട്ബോളിൽ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്ന താരം മെസ്സി തന്നെയാണ്. ടീമിനെ ഒറ്റയ്ക്ക് തോളിലേറ്റിയാണ് അദ്ദേഹം മുന്നോട്ട് നയിക്കുന്നത്. സ്വാർത്ഥതയില്ലാത്ത കളിയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. തനിക്ക് തന്നെ ഗോളടിക്കണമെന്ന് വാശി പിടിക്കാതെ കൃത്യമായ അസിസ്റ്റുകളിലൂടെ സഹതാരങ്ങൾക്ക് അദ്ദേഹം അവസരങ്ങൾ ഒരുക്കുന്നു. അവർക്ക് പിഴക്കുന്ന പന്തുകൾ പോലും വീണ്ടും റാഞ്ചിയെടുത്ത് ഗോളാക്കി മാറ്റാൻ മെസ്സിക്ക് പ്രത്യേക കഴിവുണ്ട്. വെറുതെ ഗോൾ പോസ്റ്റിന് മുന്നിൽ പന്ത് വരാൻ കാത്തു നിൽക്കുന്ന കളിക്കാരനല്ല ലയണൽ മെസ്സി. മൈതാനത്ത് എവിടെ നിന്നും പന്ത് തട്ടിയെടുത്ത് മുന്നേറുന്ന ഒരു പോരാളിയാണ് ലയണൽ മെസ്സി. വിമർശകർ എന്തൊക്കെ പറഞ്ഞാലും ഈ കളി കണ്ടവർക്കറിയാം ലയണൽ മെസ്സി എന്ന 10-ാം നമ്പറുകാരൻ ഇപ്പോഴും കളിയിലെ രാജാവ് തന്നെയാണെന്ന്. വേൾഡ് കപ്പിലെ വരും മത്സരങ്ങളിൽ നിങ്ങൾ പേടിക്കേണ്ടതും ഇയാളെ തന്നെയാണ്. കാരണം അയാൾ ഒന്നും അവസാനിച്ചിട്ടില്ല. അയാൾ അവസാനിച്ചുവെന്ന് അയാൾ തന്നെ കട്ടായം പറയണം.